welcome to Cutie the Hand Wash Presents Comedy Masters, powered by Amrtaveni Lights Kit, co-powered by Rajakumari Group. വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മൾ സഞ്ജു ചേട്ടന് വേണ്ടിയായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് SMCA അക്കാഡമിയിലെ പിള്ളേരും മൊബിൻ സാറും. ഹായ്, ഹലോ. ഒപ്പം തന്നെ നമ്മുടെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹായ് റീജേടാ. ഒരുപാട് ഭക്ഷണങ്ങൾ സ്പെഷ്യലി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷവായി. ഇപ്പൊ റീച്ചേട്ട് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും അല്ലേ, ഷവായി കിട്ടുമെന്ന് ചോദിച്ചിട്ട്? ഷവായിക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണ്. ഓക്കെ. ആൻഡ് റോജർ സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആൻഡ് യെസ്, PT സാറാണ് സെയിന്റ് ജോസഫ് സ്കൂളിലെ. മനോജ് സാർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സഞ്ജു സാംസന്റെ ബെസ്റ്റ് ഫ്രണ്ട് കിഷോർ, ഹായ്. ഒരുപാട് കഥകൾ ഇനി ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. ഒപ്പം തന്നെ അടുത്ത സുഹൃത്താണ് അതുൽ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ഇത്തവണ അതുലിലേക്ക് ഞാൻ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇവരുടെ ഈ സെലിബ്രേഷൻ ആഫ്റ്റർ ദി മാച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ T20 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സെലിബ്രേഷൻ കണ്ടപ്പോൾ എല്ലാവരും ആഘോഷിക്കാം. പക്ഷെ സഞ്ജു സാംസൺ മാത്രം ജസ്റ്റ് ഒന്ന് ആഘോഷിച്ച് ഞങ്ങൾ മാറി നിന്നിട്ട് ഇത് ആസ്വദിക്കുമായിരുന്നോ, അതോ എനിക്കങ്ങനെ എന്താ പറയുക, നമ്മൾ പറയത്തില്ല ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടായിരുന്നു ഇരുന്നേ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് തോന്നിയത്. പുള്ളിക്കാരനും അത് പറഞ്ഞു, ഞാൻ അങ്ങനെ ആഘോഷങ്ങളിൽ വലുതായിട്ട് കൂടാറില്ല, ഞാനിങ്ങനെ ആസ്വദിക്കായിരുന്നു എന്നുള്ളത്. റിയൽ ലൈഫിലും അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു പരിചയത്തിലും പുള്ളിക്കാരൻ അങ്ങനെയാണ്, ആഘോഷങ്ങൾ വളരെ കുറവാണോ? അവൻ ഒരു ഓവറായിട്ടുള്ള ഒരു ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ ഡിറ്റർമിൻഡ് ആണ്, എന്ത് കാര്യം ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് നല്ലതാണെന്ന്, എനിക്ക് എന്താണ് പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, എവറിത്തിങ് കാൽക്കുലേറ്റഡ് ആണ് അവന്. ഒരു കാര്യം പോലും വേണ്ടാത്ത രീതിയിൽ പോകാൻ പാടില്ല. അഥവാ പോയി കഴിഞ്ഞാൽ പിന്നെ അവനാണ് ഏറ്റവും ദേഷ്യവും. കാരണം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൊരു കണ്ടീഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. പിന്നെ ഇറ്റ്സ് ബിൻ 10 ഇയർ ഓൾറെഡി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. നിങ്ങളെല്ലാവരും ചിലപ്പം കാണുന്നത് ഈ ഒരു വിജയം മാത്രമായിരിക്കും. പക്ഷെ അവൻ ആ 10 കൊല്ലം കളിച്ചുകൊണ്ട് അത്രയും മെച്യൂരിറ്റി ഉണ്ട്. കാരണം ഈ ആഘോഷങ്ങൾ ഇന്ന് തീരും, നാളെ മുതൽ ഒന്നേന്ന് തുടങ്ങണം പരിപാടി. വെരി ഗുഡ്. ഫോക്കസ്ഡ് ആയിരിക്കണം അല്ലേ, നമ്മൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അതുപോലെ ഇനി ആഘോഷങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അതായിരിക്കാം, അത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. നല്ലൊരു പോയിന്റ് അല്ല, നല്ലൊരു മെസ്സേജ് ആണ്. ടുഡേ ഈസ് ഓവർ, ടുമോറോ ഈസ് എ ന്യൂ ഡേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്നത്തെ കാര്യം നമ്മൾ നാളെ അത് വെച്ചിട്ട് അത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ടുമോറോ ഈസ് എ ന്യൂ ഡേ. അത് വെരി ബ്യൂട്ടിഫുൾ മെസ്സേജ് ഫോർ ഇപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്കും എല്ലാവരും നല്ലൊരു മെസ്സേജാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അക്കാഡമിയിലും സഞ്ജു ചേട്ടൻ ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ, SMCയുടെ അക്കാഡമിയിൽ? ഇല്ല, വരാറില്ലേ? മൊബൈൽ ഒന്ന് ഷെയർ ചെയ്യാവോ എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും. സഞ്ജുവേട്ടൻ വരുമ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ അക്കാഡമിക്ക് മാത്രമല്ല, ആ വെട്ടുകാട് പരിസരം മുഴുവൻ ഒരു ഉത്സവം പോലെ. അപ്പോൾ സഞ്ജുവേട്ടൻ എപ്പോൾ വന്നാലും അവിടെ ഭയങ്കര ക്രൗഡാണ്. സഞ്ജുവേട്ടൻ നേരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ സഞ്ജുവേട്ടൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, ഞാൻ വരുമ്പോഴത്തേക്ക് ഗേറ്റ് ഫുള്ള് മൂടുക, ആരെയും അകത്തോട്ട് കയറ്റരുത്, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. അക്കാഡമിയിലെ കുട്ടികൾ അകത്ത് നിന്നോട്ടെ, പാരൻസ് വേണമെങ്കിൽ നിൽക്കാം. കുറച്ച് ബോളേഴ്സ് ഉണ്ട്, അപ്പോൾ ഞാനും ഓസ്പിനറാണ്, ഞാനും സഞ്ജുവേട്ടൻ എറിഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളൊരു പക്ഷേ ഇപ്പോൾ അതുൽ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം വിക്കറ്റ് എടുക്കാനായിരിക്കും നോക്കുക. അപ്പോൾ അടി കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ വരും. പക്ഷേ നേരെ തിരിച്ച് സഞ്ജുവേട്ടൻ അടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കാരണം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സഞ്ജുവേട്ടൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ബോളേഴ്സും ട്രൈ ചെയ്യുന്നത് ബെസ്റ്റ് ബോളർ ചെയ്യുക, സഞ്ജുവേട്ടൻ ഇമ്പ്രസ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചില്ല. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ സഞ്ജുവേട്ടൻ എല്ലായിടത്തും സൈലൻ്റ് ആണ്, മാച്ചിൽ ഉൾപ്പെടെ സൈലൻ്റ് ആണ്. പക്ഷേ പുള്ളിക്കാരൻ പ്രാക്ടീസ് ടൈമിൽ വയലൻ്റ് ആണ്. ഒരു ബോൾ പോലും ഞങ്ങളവിടെ നിർത്താറില്ല. ഞങ്ങൾ ഒരു 7 ബോളേഴ്സ് ഉണ്ടായിരുന്നു എറിയാനായിട്ട്. 13ഓളം ബോളുകൾ മിസ്സായി, ഗ്രൗണ്ടിന് വെളിയിൽ പോയി, കിട്ടിയിട്ടില്ല ഇതുവരെ. സഞ്ജു ചേട്ടനോട് ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസ് നൽകേണ്ടതാണ്. എന്തായാലും നിങ്ങൾ വിളിക്കുമെന്നുള്ളത് അറിയാം. അപ്പോൾ കോമഡി മാസ്റ്റേഴ്സിൽ ഇതുപോലെ ഗംഭീര ഒരു പരിപാടി നടക്കുകയാണ്. സഞ്ജു ചേട്ടനുള്ളൊരു ട്രിബ്യൂട്ട് ആണെന്നുള്ളതും പറയണം, ഞങ്ങളുടെ വിഷസും അറിയിക്കണം. ഓക്കെ, പറ്റുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന സ്കിറ്റും കൂടെ ഒന്ന് കാണാൻ പറഞ്ഞേക്കും, ഒരു റിലീഫ് ആയിക്കോളും അല്ലേ ഈ ടെൻഷന്റെ ഇടയ്ക്ക്. അതൊക്കെയല്ലേ നമുക്ക് കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? എന്നാ നമുക്ക് സഞ്ജു ചേട്ടന് വേണ്ടിയുള്ള സ്കിറ്റ് കണ്ടാലോ? കാണാം. ആരും വന്നില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ, അങ്ങേര് വരത്തില്ല, അങ്ങേര് പോത്തിനെ കണ്ടെത്തി നഴിച്ചോണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ ഒന്ന്. കളിക്കും ബാറ്റിൽ പിന്നെ എങ്ങനെ കളിക്കും? അത് തന്നെ ഞാൻ പറയാം, നിന്നോട് പറഞ്ഞാൽ കേൾക്കുമല്ലോ, നിനക്കല്ലേ കളിച്ചോളാൻ വയ്യാത്തത്. ഞാൻ പറയണതേ, അങ്ങനെ ബാറ്റ് ഉള്ള അങ്ങനെ ഇത്രയും ജാടാ. ഒരു പുതിയ ബാറ്റങ്ങ് വാങ്ങിച്ചാലാടാ. മേടിക്കാളിയാ, മേടിക്കാം. ഒരു 1000 രൂപ ഞാൻ ഷെയർ ഇടാം ബാറ്റ് വാങ്ങിക്കാൻ വേണ്ടി. എത്ര? 1000 രൂപ. അത് നീ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് നിന്റെ വീട്ടിലെ കക്കൂസിന്റെ ഫ്ലക്സ് വാതിലൊന്നും മാറ്റി. ഒറ്റ സ്ഥാനാർത്ഥി ചിരിച്ചു തൊഴുതോണ്ടിരിക്കുക. അങ്ങനെയല്ല, ഇതാണ് കുഴപ്പം, സപ്പോർട്ടില്ല.
ഇല്ലെങ്കിൽ ഞാൻ കയറി പോകൂലേ ഏതെങ്കിലും കളിച്ച് കയറിപ്പോയി സഞ്ജു സാംസൺ വരെ വളരൂലായിരുന്നു. ആട്ടാ വായിക്കാത്തിട്ട് അടിച്ചു കേട്ടോ സഞ്ജു സാംസന്റെ നിന്നെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി സഞ്ജു സാംസനെ നിന്നെ കൂടെ ഉപയോഗിച്ചാൽ ഈ സൈക്കിൾ കയറ്റി നിന്നെ വല്ല കൊക്കയിലും ഞാൻ കൊണ്ടുവന്ന് കളയും കേട്ടോ. ഞാൻ പറയാം, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇന്നലെ നമ്മളോട് കളിച്ചല്ല, അപ്പൊ നീ ആ രമേശ് അടിച്ച ബോൾ എന്തുണ്ടാ ക്യാച്ച് കളഞ്ഞത്? സിമ്പിൾ ക്യാച്ച് ആയിരുന്നല്ലേ, പിടിക്കായിരുന്നല്ലേ? രമേശിന്റെ ക്യാച്ച് എന്താണ് നീ കളഞ്ഞത്? രമേശന്റെ പെങ്ങളും ഞാനായിട്ട് ചെറിയ ലൈനാണ്. അതിന് അഥവാ കല്യാണം നടക്കുകയാണെങ്കിൽ പെണ്ണി വയ്ക്കാൻ ചെന്നാൽ അവൻ ഈ ക്യാച്ചിന്റെ വാശി ഇട്ട് കഴിഞ്ഞാൽ കല്യാണം പൊളി. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞാള് കുറെ മിടുക്കലാണ് കേട്ടാ. ബാറ്റിൽ അത് എങ്ങനെ കളി ക്യാറ്റില്ലാതെ നടക്കുമെന്ന് തോന്നല്ലേ. Midfield, the big field is spread out. 3 on the onside. Still only 4 inside the circle. ഇതെന്തുവാ ബാറ്റിന്റെ ചരട് കേട്ടോ വേറൊന്നുമല്ല, രാവിലെ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ച് കെട്ടിയതാണ്. ഇന്ന് മുതൽ നല്ല സിക്സ് ആയിരിക്കും അടിച്ചു. സിക്സ് അടി. ഇന്നലത്തെ ടീം തന്നെയാണ് ടോസർ. ടോസ് വേണ്ട, ഈ ബാറ്റ് എന്റെയാണ്, ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യും, എന്റെ കളിക്കോളും. എടാ നീ അടിക്കല, എടാ നീ എറിയടാ, എറിഞ്ഞു കഴിയുമ്പല്ലേ ഫാസ്റ്റ് തന്നെ ഒറ്റ സിക്സ് അടിക്കും, ആ തെങ്ങിന്റെ മണ്ടേ പോവും. അപ്പൊ നീ കരയരുത് കേട്ടാ, കരയരുതേ. ഒറ്റ മിനിറ്റ്. എടേ നമ്മുടെ ടൗണിലെ ഒരു ഫ്ലഡ് മത്സരം നടക്കുന്നുണ്ട്, നമുക്ക് പോയാലോ? ആദ്യം പകൽ വെളിച്ചത്തെ ആ ബോൾ നിങ്ങളൊന്ന് കാണി, എന്നിട്ട് ഇരുക്കത്ത് പോയിരുന്നു കാണാം. എറടാ എറടാ എറടാ. ഓക്കേടാ, വാ തുടങ്ങാം. ഇതൊക്കെ ഊരി പോവോ ഇത്? ദാടക്കണ ബോള്, ദാണ്ടടക്കണ ബോള്. ഞാൻ സിക്സ് പോയെന്ന്. സിക്സ് അല്ലേ, കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റുണ്ട്, അമ്മച്ചി കഴുകിയിട്ട് ഇത് ഉണങ്ങിയില്ല. എന്നിട്ട് നിങ്ങളൊക്കെ 2-3 പ്രാവശ്യം വീശുവാണെങ്കിൽ ഇത് ഇവിടെ കിടന്നങ്ങ് ഉണങ്ങും. ഇതിവിടെ കിടന്ന എറേടാ അടിച്ച് നിന്നെ പെരപ്പുറത്തേറ്റും. എറേടാ ഇതിനെത്തി പറഞ്ഞു വിടാം, തലയ്ക്കാനോട്ട് എറിഞ്ഞു. ഞാൻ കളിക്കും സിക്സോട് സിക്സ്, സിക്സോട് സിക്സോട് സിക്സ്. ഔട്ടല്ല, സ്റ്റമ്പടിച്ചിട്ട് ഔട്ടാണ്. പന്ത് സ്റ്റെമ്പെ കൊണ്ടില്ല, ഞാനാണ് വീണത് സ്റ്റെമ്പിലേക്ക്. ഔട്ടല്ല ഔട്ടല്ല. അണ്ണാ ഹിറ്റ് വിക്കറ്റ്, അണ്ണാ ഹിറ്റ് വിക്കറ്റ്. ഔട്ടല്ലേ, ഹിറ്റ് വിക്കറ്റ് എന്ന് ഞാൻ എന്റെ ബാറ്റ് എടുത്താൻ വീട്ടിൽ എന്റെ ബാറ്റ് ഞാനില്ല. മേലാലിനൂടെ കളിക്കാൻ പറ്റും. മേലാൽ ക്രിക്കറ്റ് കളിനെ പറ്റി എനിക്കറിയാം, ക്രിക്കറ്റ് കളിനെ പറ്റി എല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ക്രിക്കറ്റിനെ എല്ലാം അറിയാം. സംസാരിക്കരുത് കേട്ടോ. ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എനിക്കറിയാം, എല്ലാം അറിയാം. എന്താ പറയാ, കഴിഞ്ഞ ആഴ്ച ടൂർണമെന്റ് പോയപ്പോഴത്തേക്ക് ഫ്രീ ഹിറ്റ് ബോൾ കിട്ടി, നിങ്ങൾ എന്താ അടിക്കാത്തത്? ഫ്രീ കിട്ടി ഞാൻ അടിക്കില്ല, എന്തെങ്കിലും തന്നാ മാത്രം അടിക്കും. എനിക്കാരും ഓശാരം വേണ്ട. ഫ്രീ കിട്ടി അടിക്കില്ല ഞാൻ. കാറിൽ വന്നവിടെ, കാറിൽ വന്നേരതോടെ. ഒറ്റ മിനിറ്റ് സഹോദര, ആ കാറൊന്നും മാറ്റിയിടാൻ പറഞ്ഞേ. ചിലപ്പോ ഞാൻ സിക്സ് അടിക്കുമ്പോ കാറിന്റെ ചില്ലേ കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാലേ പ്രശ്നം അതാണ്. ഞാൻ സിക്സ് അടിക്കുമ്പോ കാറിന്റെ ചില്ലേ കൊണ്ട് പൊട്ടും, പ്രശ്നം അതാണ്. കാറ് മാറ്റിട്ട് അവിടെ തന്നെ ഇട്ടോ, സേഫ് ആണ് കേട്ടോ. ഇങ്ങനെ അടിച്ച് ഒരിക്കലും ചില്ല് പൊട്ടൂല. ഇങ്ങനെ ബോൾ എടുത്ത് എറിഞ്ഞാൽ പോലും അങ്ങോട്ട് വരൂല. അതാരടാ അത്? ബാബു സാറിന്റെ മോൻ. ബാബു സാറിന്റെ മോനല്ലേടത്? ഓ ഉണ്ണിക്കുട്ടായി. ഉണ്ണിക്കുട്ടായി ബാംഗ്ലൂർ ക്രിക്കറ്റ് കളിക്കാൻ പോയില്ലടോ. ക്രിക്കറ്റ് കളിക്കാൻ പോയല്ല, ഇപ്പം എന്തോ കോച്ചാണ്, എന്തൊരു അണ്ടർ 19 അങ്ങനെ അങ്ങനെ. ഓ അവിടെ ഏതാ സ്കൂളിലാണ് മനസ്സിലായത്? അണ്ടർ 19 കോച്ചാണ്. അണ്ടർ 19. ഞാനിവിടുത്തെ മെയിൻ കളിക്കാരനാണ്. ചെറിയ ജാടയൊക്കെ ഉണ്ട്. അണ്ടർ 90. അണ്ടർ 90. ഞാനിത് അണ്ടർ 19. ഓക്കെ, ഞാൻ 100. എന്തോന്ന് 100? ഞാൻ നിങ്ങളെ നിക്കണ്ട സൈസ് അല്ല പറയേണ്ടത്. അണ്ടർ 90 അണ്ടർ 19 ക്രിക്കറ്റിന്റെ ഇതാണ്. പിന്നെ 95, 96 ഉപയോഗിക്കും. ലൂസ് ആണെന്നുള്ളതുണ്ട്. അയ്യോ, എന്നിട്ടും മനസ്സിലാവുള്ളൂ ഇത്. ഇങ്ങോട്ട് അണ്ടർ 90 എന്ന് പറഞ്ഞ ക്രിക്കറ്റാണ്. എനിക്കറിയാം നീ എന്താ അങ്ങനെ സംസാരിക്കുക, അറിയാൻ പാടില്ല. ചെയ്യുമെന്നാണ് നിന്നെ എനിക്കറിയാം. കളിയൊക്കെ നിർത്താത്തത് സമ്മതിക്കണം. ടീമിന്റെ പേരെന്തോന്നു? നടേശൻ 11. നടേശ 11. ഈ നടേശനെ ബാറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങേരെ 11. നമ്മുടെ ചരടും കെട്ടിയിരിക്കണ. ഓക്കെ, അപ്പൊ സന്തോഷം. ഇല്ലടാ വാടാ കളിക്കണം. ഇവിടെ വന്നെന്ത്? ഇവിടെ അല്ല, എന്റെ അമ്മൂമ്മേരെ കൂട്ടുകാരിയിൽ എലീന അമ്മൂമ്മ, അവരെ ഷഷ്ടി പൂർത്തിയപ്പോ ഉണ്ണാൻ വിളിച്ച. നമ്മളോട് കളിക്കൂ, നമ്മളോട് നിങ്ങൾ കളി, കളിക്കണം. ഒരു കളി
അല്ല നിങ്ങൾ കളിക്കാണ് ഇല്ല, വാടാ ഒന്ന് കളിച്ചിട്ട് വാടാ, വാടാ രസമല്ലേ. വലിയ പുല്ലുള്ള ഗ്രൗണ്ടിലെ കളിക്കുള്ളൂ നമ്മൾ കളിക്കൂലേ വലിയ കോച്ചല്ലേ അവൻ? അല്ല കളിക്കാം കളിക്ക് മോനെ. കളി ആ പരിസരത്ത് നിന്ന് അതിന്റെ കാറ്റ് കൊണ്ട് നിങ്ങൾ ചാവും, മാറിയില്ല അങ്ങോട്ട്. അതേ, ഇത് എന്റെ ബാറ്റാണ്. തൊട്ട സിക്സ് ആണ്, സൊട്ട സിക്സ്. പക്ഷേ ഈ പുള്ളി തൊട്ട ഔട്ടാണ്. പോടാ. ഓക്കെ അണ്ണാ അവിടെ 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 ഫീൽഡ് ഞാൻ അവിടെ 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 എനിക്കറിയാടാ നര. ഓക്കെ അണ്ണാ ഓക്കെ നീ എറിയട്ടാ കമോൺ കമോൺ എന്ത് എന്താ കമോണെന്ന് പറഞ്ഞു അല്ല അത് ഞാൻ ബോൾ നല്ല രീതിയിൽ കണക്ട് ആവുന്ന നമ്മൾ ഇങ്ങനെ പറയില്ലേ കമോൺ ആ കമോൺ അങ്ങനെയായിരുന്നു ഞാൻ വിളിച്ച എന്നെ എന്നെ വിളിച്ച കമോൺ അല്ലേ വേറെ കമോൺ നിനക്ക് ഒരു മണ്ടെന്ന് എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? കമോൺ ഒന്നുമില്ല കേട്ടോ ഒരു അർത്ഥമില്ല അറിയാം കൊട്ടിക്കളിക്കുമല്ലോ അല്ല ഇനി അടിക്കാം 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 ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കിട്ടുമോ നോക്കിയത് അണ്ണാ അങ്ങോട്ട് 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 എടാ അപ്പുറത്തെ പണയിലങ്ങനെ പിടിച്ച് നിർത്തടാ. ഡൽഹിയിലേക്ക് വിടോടെ നീ. നീ ഇല്ലെന്ന് ആരടാ അമ്മൂമ്മയുടെ ചില്ല് പൊട്ടിച്ചത്? അയ്യോ കാര്യങ്ങളുള്ള സൈക്കിൾ എടാ ഇന്ദിര അമ്മൂമ്മ നിന്നെ റെഡിയാക്കും. വക്കീല് വാസുള്ള മാമന്റെ വീട്ടിലോട്ടാണ് നീ ഇത് അടിച്ചിട്ടേക്കണം. അണ്ണന്റെ ബാറ്റല്ലേ അണ്ണൻ വെച്ചോ ആരടാ എന്റെ വീട്ടിലോട്ട് പന്തടിച്ചു വിട്ടത്? ആരടാ വിട്ടത്? നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഇവിടെ കിടന്ന് കളിക്കാൻ എന്റെ വീട്ടിലോട്ട് പന്തടിച്ചു വിടരുതെന്ന്. നീയൊക്കെ കാരണം എത്ര ജനാലേറെ ചില്ലെന്നറിയാമോ അടിച്ചിട്ടേക്കുന്നത് അവിടെ? നീയല്ലേ നീ ഒരൊറ്റ ഒരുത്തനാണ്. നിനക്ക് 10-45 വയസ്സായില്ലടാ. പെണ്ണും കെട്ടി ഒരു കൊച്ചുള്ളത് എന്നെ നീ ഇവിടെ വന്ന് കിടന്ന് ഈ പിള്ളേരെ കൂടെ കിടന്ന് കളിക്കേണ്ട വല്ല കാര്യമുണ്ടാ? 10-45 വയസ്സായവൻ 40 വയസ്സായി ഇഷ്ടം പോലെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു. ആരാ കളിക്കണത് 45 വയസ്സ്? ധോണി ധോണി ആ ധോണി കളിക്കുന്നത് ക്രിക്കറ്റ് കളി. നീ കളിച്ച അത് കാള കളി. ഇവിടെ നിന്റെ അച്ഛൻ അവിടെ പോത്തിനെ കെട്ടാൻ പോകുമ്പോ ഞാൻ നിന്റെ തന്തേരെ അടുത്ത് പറയണം നിന്നെയും കൂടെ കൊണ്ടുപോയി കെട്ടാൻ. അവന്റെ ഒരു ഡെപ്പി വയറും. ഇത് ആരെ പാൻറ്റടാ? ഇത് ആരെ പാൻറ്റ് എടുത്തിട്ടേക്കണത്? പെങ്ങടെ മോക്കടെ അതെങ്കിലും നീ സ്വന്തമായിട്ട് ഇടറാ. അതെങ്കിലും നീ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്. അവൻ നിൽക്കാൻ അവന്റെ ഒരു പോലെ. നിനക്ക് നാണം ഉണ്ടാടാ? നിനക്ക് നാണം? അവൻ കളിക്കാൻ നടക്കണ്. കളിക്കാൻ മക്കളെ ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എവന്റെ കൂടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിലോട്ട് പന്തടിച്ചു വിടരുതെന്ന്. മക്കളെ നിനക്കൊക്കെ കേക്കണോ? നമ്മളെ കിണറ്റിനകത്തുനിന്ന് വെള്ളം കോരുമ്പോ ഓരോ തൊട്ടി വെള്ളം കയറ്റുമ്പോഴും ഓരോ പന്തതിനകത്ത്. അത് മാത്രോ മെനഞ്ഞാന്ന് എന്റെ മാപ്പിള വയ്യാതെ കിടക്കണ എത്ര കൊല്ലായി നിനക്കറിയാല. അങ്ങേരെ വാക്കകത്ത് ഞാൻ ഗുളിക ഇടാൻ വേണ്ടി വാ തുറന്നപ്പോ അതിനകത്ത് പന്തടിച്ച് കയറ്റി വെച്ചേക്കും. നീ എവിടേക്കാണോ പന്തടിച്ച് കയറ്റുന്നത്? നീ എവിടേക്കടിച്ച് കയറ്റുന്നത് പന്ത്? നിക്കണൊക്കെ അവൻ ഡെപ്പി വയറും വെച്ചോണ്ട് ജോലിക്ക് കൂലിക്ക് പോടാ. നീ പോ ജോലിക്ക്. പന്തടിച്ച് കയറി. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഇവിടെ ആരെങ്കിലും പന്തടിച്ച് കയറ്റിയ ഞാൻ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും. പറഞ്ഞേട്ടാ എവര് പറഞ്ഞ് മനസ്സിലാക്കും. മര്യാദ പറഞ്ഞു വിലക്ക്. മര്യാദ പറഞ്ഞ് ചെറുക്കന് അവൻ പന്തടിക്കാൻ നടക്കണവൻ. മര്യാദ പറഞ്ഞു വിലക്ക്. അവൻ പന്തടിക്കാൻ നടക്കണവൻ. പന്ത് കളിക്കാൻ സമാധാനല്ലടാ. ഒറ്റക്കൊടുമ്പോ സമാധാനല്ല. തലയുടെ വാലിക്ക് മൊത്തം ഞാൻ കേട്ടോ. നിങ്ങളെ ബാറ്റല്ലേ നിങ്ങളുടെ പറ്റൂ ബോൾ പോയി അല്ല വേറെ കിട്ടിയല്ല ഇത് പുത്തരി. ഇത് ഇന്നും ഇന്നലെ നമ്മളെ കേൾക്കാം. വേറെ കേസ് ഉണ്ട്. അണ്ടർ 90 ഇവിടെ അണ്ടർ 90 എവിടെ? അണ്ടർ 90 ഇത്ര വിഷയം അവൻ അൺറോഡ് ഓടിപ്പോയി. നീ അവൻ അന്വേഷിച്ചോടൊപ്പാനോ പറയട്ടെ. എന്തൊരടി അടിച്ചത്? അവിടെ അടിച്ച ഔട്ടാണ്. അത് പറയണ്ടേ നമ്മളെ റൂൾ അങ്ങനെയാണ്. അവിടെ അടിച്ച ഔട്ടാണ്. അങ്ങനെ കൊണ്ടാ ഇവിടെ ഉരുട്ടി അടിച്ച 4 പൊക്കി അടിച്ച വിക്കറ്റ് അതാണ്. അത് എനിക്കറിയായിരുന്നു. എന്നേറ്റാ തള്ളു ഉരുട്ടിയാണ് ഇവിടെ. അത് പിന്നെ ഡെയിലി ഉള്ളതാ പുള്ളിക്ക്. ബോൾ ഇല്ല. ബോള് പോയി. ബോൾ അമ്മച്ചി കൊണ്ടുപോയി. അത് തരൂല്ലേ ഇനി ചോദിച്ചാ? പിന്നെ അങ്ങോട്ട് ചെല്ലങ്ങോട്ട് ചോദിക്കാനായിട്ട് ഇപ്പൊ വേഷം കിട്ടിയിട്ടേക്ക്. ഒരു കാര്യം ചെയ്യാം. എന്റെ ഒരു ബോൾ ഉണ്ട് വണ്ടിക്കകത്ത്. പക്ഷെ അത് പ്രശ്നം എന്താ അറിയാമോ? അത് ഈ നോർമൽ ബോൾ അല്ല, അത് ക്രിക്കറ്റ് ബോളാണ്. നമ്മള് കളിക്കുന്ന ക്രിക്കറ്റ് അല്ലേ? ആ ബോളിനെ അത് ഞാൻ കിരണേ പന്ത് കയറാ ഇങ്ങോട്ട്.
പിന്നെ ഫുട്ബോൾ കൊണ്ടായിരുന്നു ക്രിക്കറ്റ്. ഇതെന്താ അറിയോ, ഇത് തൊട്ട് നോക്ക്. ഓ കണ്ട, ഇത് നമ്മള് കല്ല് കണക്കിരിക്കണ്ടാണ് അല്ല, അതാ പറഞ്ഞത്, ഇത് നോർമൽ മറ്റേ റബ്ബർ ബോൾ അല്ല, ഇത് ക്രിക്കറ്റ് ബോൾ, സ്റ്റിച്ച് ബോൾ എന്ന് പറയും, ക്രിക്കറ്റ് ബോൾ. ഇത് വെച്ചാണ് അടിക്കുന്നത് ഇവര്. ആ, ഇത് വെച്ചിട്ടാണ് എല്ലാരും 6 ഒക്കെ അടിക്കുന്നത്. ഇത് വെച്ചാണ് യുവരാജ് സിംഗ് 6 6 അടിച്ചത്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് എടുത്ത് വരും. അയ്യോ വെള്ള അലുവല്ല തിന്നാ മുണ്ടായി. അല്ല, വേറെന്തറിയാമോ, ഇത് കളിക്കണമെങ്കിലേ നമ്മള് പാഡൊക്കെ വേണം. പാഡ് വേണോ? പാഡ് വേണം. ദാണ്ട നിക്കണ പാട്. അത് പാടല്ല, പാഴ്, ലോക പാഴ്. അല്ല, അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഈ സേഫ്റ്റി ഗാർഡൊക്കെ വെക്കൂലേ ഇവിടെയും ഇവിടെയൊക്കെ, ഇങ്ങനെ ഇതൊക്കെ വെച്ച് പാഡ് ഇതൊക്കെ വെച്ച് കളിക്കൂലേ. നമുക്ക് അതൊക്കെ വെച്ച് പിന്നെ കളിക്കാം. അല്ല, അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണേ കേട്ടോ, വേറെ പ്രശ്നമൊന്നും പറ്റില്ലേ. അത് ഭയങ്കര കട്ടിയുള്ള ദേഹത്തൊന്നും കൊള്ളല്ലേ. പറഞ്ഞു എന്ത് സാധനം പറഞ്ഞു? ഒരു ചിരട്ട എടുത്ത് വെച്ചോണ്ട് വരാം പാഡിന് വരാം. ഞാൻ പോട്ടാ, ഞാൻ പോട്ടോ. വിളമ്പി വെച്ചപ്പോഴാണ് ഞാൻ എണീറ്റ് പോയത്. ഇങ്ങോട്ട് പോകണം കേട്ടോ. അമ്മച്ചി നോക്കി പോണം. നോക്കാം. സേഫ്റ്റി പാഡ് ഉണ്ടായതാ, ഓരോ അലക്കിയിട്ടേക്കണം, അതുകൊണ്ടാണ്. കൊള്ളാം കേട്ടോ. അളിയാ അളിയ ഒന്ന് അളിയ ഞാനൊന്ന് റേറ്റളിയാ സേഫ്റ്റി കുഴപ്പമില്ല നമ്മള്. ഓ അണ്ണാ ഈ ബോളൊന്ന് ബാറ്റ് ചെയ്തിട്ടെണ്ണ. അണ്ണാ ഇങ്ങനെ വാടാ വന്നില്ല. ഞാൻ പറ്റിയതോളാം. ആര് ബാറ്റ് ഞാൻ ബാറ്റ് ചെയ്തോളാം. എന്തിനാ അമ്മച്ചി വിളിക്കട്ടെ? അമ്മച്ചി അങ്ങനെ ബാറ്റ് ചെയ്യണോ അമ്മച്ചി? കാല് കയറ്റി കളിക്കല്ലേടാ. കണ്ണാ കണ്ടോക്കിയറിയണത്. അയ്യോ ഉമേഷേടാ ഉമേഷേ നിന്നോട് അറിയാൻ പറഞ്ഞാ അവനെ കൊന്നോളൂ. നീ തലക്കറിഞ്ഞ് നീ കൊന്നോളവനെ. ഉമേഷ് കൃത്രിമ ശ്വാസം തന്നോടാ. വലിയ സന്തോഷമുണ്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടാൻ പറ്റിയതിൽ. എന്തായാലും നമുക്കിപ്പം കുറെ കപ്പെല്ലാം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞാണ് അവനെ തലക്കറിയില്ലെന്ന്. പന്തങ്ങനെ വായിക്കാത്ത ഉമേഷേ 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 വെള്ളം എവിടെയാണ്? എവിടെ വെള്ളം? ഉമേഷേ ഞങ്ങളോട് പറഞ്ഞിട്ട് ചവനടാ. അയ്യോ വെള്ളം കുടിയടാ, വെള്ളം കുടിയടാ, വെള്ളം കുടി. നല്ല വെള്ളം തന്നെയാടാ. ഓക്കെടാ, ഓക്കെല്ലേ, ഓക്കെല്ലേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാരാണ്. അവരാണ് എൻ്റെ ഇഷ്ടക്കേട് തന്നെ സഹായിച്ചിട്ടുള്ളത്, ഇതിനകത്തുള്ള ഓട്ടോ ചേട്ടന്മാർ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താടാ ഇതിങ്ങനെ ഇതിങ്ങനെ എനിക്കെന്താ ഇങ്ങനെ? അയ്യോ സഞ്ജു സാംസൺ, അയ്യോ സഞ്ജു ഇവ ഇങ്ങനെ സഞ്ജു സാംസൺ. അയ്യോ സഞ്ജു സാംസൺ ഇവിടെ. ഇവന്റെ സഞ്ജു സാംസൺ നിങ്ങളല്ലേ ചേട്ടൻ? ഞാൻ ചെയ്തില്ല. എന്റെ പറമ്പ് ഇവിടെ തേങ്ങ എവിടെ? എനിക്കിപ്പൊ എന്റെ തേങ്ങ കിട്ടണം. എവിടെ വീണ്? ഇവിടെ എവിടെയോ എന്റെ തേങ്ങ വീണ്. തേങ്ങയല്ല വീണത്, ആളാണ് വീണത്. ആരടാ യവനായി അടിച്ചുള്ളിട്ടത്? ആരടിച്ചുള്ളിട്ടത്? നീ പറയുന്നടാ, എനിക്കറിയാം യവൻ തന്നെ. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാടാ ഇവിടെ കിടന്ന് കളിക്കരുതെന്ന്. നീ കമ്പട് കളിക്ക് പോടാ നീ, അല്ലെങ്കിൽ ഇതിനെ തീറ്റിക്കാൻ പോടാ നീ. നീ എന്താ ഇവിടെ കിടന്ന് കാണിക്കുന്ന? നീ ആ ചെറുക്കനെ വിളിച്ച് ഞാൻ നോക്കിക്ക, ഞാൻ വിളിക്കട്ടെ ഞാൻ. മക്കളെ എടാ എണീരടാ, എണീര് നീ മക്കളെ. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നെക്സ്റ്റ് ലെവലിൽ ഇന്ത്യൻ ടീമിൽ പോണത് നമ്മൾ ഷോൺ ജോർജാണ്. അദ്ദേഹമാണ് ഇനിയിപ്പോൾ കളിക്കാൻ പോകണം. നല്ല പയ്യനാണ്, വെട്ടുകാടുള്ള പയ്യനാണ് ഷോൺ എന്ന് പറയുന്ന പയ്യൻ. കിടിലൻ പയ്യനാണ് കേട്ടോ. പിന്നെ അവനാണ് ഇനിയിപ്പം ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പോണത്. അപ്പോൾ എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവന്റെ തലേ കടിച്ച് പോയെന്ന് തോന്നുന്നു. നിന്നെ ഒറ്റ ഒരുത്തനാണിപ്പൊ ഇറങ്ങിട്ടേക്കുന്നത്. യവനെ പോലീസിനെ വിളിക്കട്ടാടാ, പോലീസിനെ വിളിച്ചാ അല്ല മതി. വേറെ അണ്ടർ 19 അണ്ടർ 19 അണ്ടർ 19 ഇടാ അവന്റെ ഉണ്ണി. എടാ ഉണ്ണി വാടാ, ഉണ്ണി ആരെന്നാ ചക്ക എടുത്തിട്ടത്? ചക്ക എടുത്തിട്ടല്ലടാ, എറിയുണ്ട് വീണ് എറിഞ്ഞ്. എന്റെ അമ്മേ. അണ്ണാ 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 ഉമേഷേ ആ ഉമേഷേ എണീരണ്ണ എണീര്.
ഞാനാണ് എറിഞ്ഞത് അല്ലെങ്കിൽ തള്ള വിശ്വസിക്കില്ല, ഉറപ്പ്. ഞാൻ എറിഞ്ഞത്, ഞാൻ തന്നെ എറിഞ്ഞത് അല്ലെങ്കിൽ തള്ള വിശ്വസിക്കില്ല. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിലാണ് കളിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ചാരുവൊക്കെ നല്ല സപ്പോർട്ട് എനിക്ക് തരാറുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. അല്ല ഇതൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ഈ ബോളേ സഞ്ജു 6 അടിച്ച ബോളാണ്, അതാണ് സഞ്ജു കയറിയത്. പിന്നെ ഇത് ഇപ്പൊ ശരിയാക്കിലേക്ക് ഇനി സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും ഇഷാൻ കിഷനൊക്കെ വരും. ബോൾ വന്നാ വലിച്ചടിക്കാൻ തോന്നുന്നു. അതേ ഇപ്പൊ വലിച്ചോണ്ടിരിക്കും. കൊടുക്കട്ടാന്ന് ഇല്ല, ഇപ്പൊ 3 എണ്ണത്തിന് പുറത്തിറക്കി വിടാം. ഇല്ല അവിടെ പിടിച്ച വേണം അല്ലേ? അത് പോയി. അതിനൊരു തീരുമാനമായി. ഉണ്ണിക്കുട്ട ഓ എപ്പോ വന്നടാ നീ? കുറേ ആയി. ഉണ്ണിക്കുട്ടൻ നേരത്തെ വന്നായിരുന്നു. നമ്മള് കളിക്കണ്ടേ? കളിയൊക്കെ തുടങ്ങണ്ടേ? ഞാനുണ്ട്. അയ്യോ അമ്മച്ചി, അമ്മച്ചി സത്യമായിട്ട് ഞാനല്ല ബോൾ അടിച്ചത്, ഇവനാണ് ബോൾ അടിച്ചത്. അമ്മച്ചി ഞാനല്ല ബോൾ അടിച്ചത്, ഇവനാണ് ബോൾ അല്ല അതൊക്കെ കഴിഞ്ഞു. അത് വേറെ പ്രശ്നം എല്ലാം ഒന്നുമില്ല. ബോൾ അടിച്ചത് ഇവനാണ്, ഞാനല്ല. ഞാനേ ഒരു കാര്യം ചെയ്യട്ടാ, ബോള് ഞാൻ കൊണ്ടുപോവേണം. ദൈവം അത് ശത്രുക്കളുടെ അടുത്ത് പോലും ഇങ്ങനെ കാണിക്കരുത് കേട്ടാ. ഞാൻ കൊണ്ടുപോവേണേ, ഇല്ലെങ്കിൽ ഇത് മണ്ടയ്ക്കടിച്ച് ആരെങ്കിലും എറിഞ്ഞു കൊല്ലും അവൻ. പോട്ടെ. കല്ല് കണക്കത്തെ പന്ത് തലയിൽ കൊണ്ടു. ഇവര് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കണക്കത്തെ പന്ത് വന്ന് തലയെ കൊണ്ടത് തന്നെടാ. മക്കളെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോ കല്ല് കണക്കത്തെ പന്തൊക്കെ കൊണ്ട് കളിക്കാമോ? അമ്മച്ചിന്റെ അവിടെ ഒരു ചാക്ക് നിറച്ചിരിക്കും നല്ല പുതുപുതാവുള്ളത്, അത് എടുത്തോണ്ട് തരാം. എടുത്തോണ്ട് വരാൻ പറ്റും. നിങ്ങൾ ഇവിടെ കിടന്ന് കളിച്ച് വേണം വലിയ സഞ്ജു സാംസനെ പോലെ വളരണ്ടേ നിങ്ങള്. സഞ്ജു സാംസനെ പോലെ. അമ്മച്ചിക്ക് സഞ്ജു സാംസനൊക്കെ അറിയാവോ? അതെന്തൊരു വർത്താനോടാ നീ പറയണത്? സഞ്ജു സാംസൺ അറിഞ്ഞൂടാത്ത മലയാളി ഉണ്ടാ ഈ ലോകത്താരെങ്കിലും? അതുപോലെ നിങ്ങൾ വരണം. അമ്മച്ചി ധൈര്യമായിട്ടിരി, നിങ്ങളെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ച് ബാക്കി എല്ലാരും സഞ്ജു സാംസനാവും. അപ്പൊ ഞാൻ പോയി പന്തെടുത്തോണ്ട് വരാം മക്കളെ. അല്ല ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, നമുക്ക് ജേഴ്സി അടിക്കാന്ന് പറഞ്ഞില്ല, അരുണ് ജേഴ്സി കൊണ്ട് വരാന്ന് പറഞ്ഞു. അവ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ കൊണ്ടത് നടക്കുന്നതായിരുന്നു. നീ ചുമ്മാ ഞാൻ പോണ വീട്ടിൽ ജേഴ്സി ഇട്ട് കളിക്കാട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ജേഴ്സിയെ കൊണ്ടുവന്ന് നമുക്ക് ജേഴ്സി ഇട്ട് കളിക്കാം. ഇതിന്റെ കാര്യം നോക്ക്, പുല്ല് കുറച്ചോണ്ട് കൊടുത്തില്ലെങ്കിൽ അമ്മച്ചി എടുത്തിട്ട് ഇടിക്കും. ഞാൻ പോണു. അരുണ് പറഞ്ഞു എവിടെ ജേഴ്സി കൊണ്ട് പറഞ്ഞു. നമ്മള് ജേഴ്സിയൊക്കെ പറഞ്ഞിരിക്കണ ജേഴ്സി അടിച്ചാ ബഹളം വെക്കല്ലേ നീ. എവിടെ പേര് നോക്കിയെടുത്ത്. ഇതെന്താ ജേഴ്സി എന്ന് പറഞ്ഞൊരു തുണിക്കടയിൽ ഓണക്കോടി എടുത്തോണ്ട് വന്നേക്കണം. എടാ ജേഴ്സി എന്ന് പറയുമ്പോ എല്ലാം ഒരേ കളറാണ്. ഇത് മഴവില്ലിട്ടാ നമ്മക്കല്ലേ നമ്മളെ തിരിച്ചറിയാൻ പറ്റും. പല കളറല്ലേ? നീയൊക്കെ ഇടറ ആദ്യം, അങ്ങോട്ട് ഇട്ടേ, അവന്റെ ഭംഗിയൊന്നറിയാം. ഇത് ഇടാനെന്ന് പറഞ്ഞു കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടണം, അല്ലാതെ പിന്നെ ഇങ്ങനെ ഇടണം. അങ്ങനെ ഇടണം. ഇത് രസമില്ല ഇത് ഇങ്ങനെ ഇട്ടിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഒരു രസമില്ല. നോക്കിയാ അല്ല ഇത് ഇട്ടിട്ട് ഒരു രസമൊന്നുമില്ല. എടാ ഞാനൊരു കാര്യം പറയാം. അമ്മച്ചി പറഞ്ഞു പറയാണ്ടി കൊടുത്തിട്ടാണ് നിനക്ക് ഞാൻ ജേഴ്സിക്ക് പൈസ തന്നത്. ഈ ജേഴ്സി ഇട്ട് ഇത് എന്തിനാ മഴവില്ല? എടാ ഇത് കാണാൻ രസമില്ലെന്ന് നീയൊക്കെയല്ലടാ പറയുന്നേ. എടാ നീയൊക്കെ ഒന്നിച്ചൊന്ന് തിരിഞ്ഞേടാ. നീ മുത്താണളിയോ? സത്യമായിട്ട് നീയൊക്കെ മനസ്സിലാക്കണം. സഞ്ജു എന്ന് പറഞ്ഞപ്പോ തന്നെ രോമാഞ്ചം കണ്ടോടാ. എന്റെ അഭിമാനാണ് സഞ്ജു, മലയാളികളുടെ ആവേശമാണ് സഞ്ജു. നീയൊക്കെ മനസ്സിലാക്കണം. ഫോം ഔട്ട് എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയപ്പോഴേ അവരുടെ മുമ്പിലൂടെ തലങ്ങും വിലങ്ങും 6 അടിച്ച് അവരെ കൊണ്ട് കൈയടിപ്പിച്ചോടാ സഞ്ജു. അതിനപ്പുറത്തേക്ക് ലോക ക്രിക്കറ്റിന്റെ തലപ്പത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ കൊണ്ടെത്തിച്ച അത്ഭുത പ്രതിഭയാണ് സഞ്ജു. സഞ്ജു എന്ന ബ്രാൻഡിനെ ലോക ക്രിക്കറ്റിനും ലോകത്തിന് പരിചയപ്പെടുത്തിയ ഏട്ടായിയാണ് മലയാളത്തിന്റെ സ്വന്തം ചേട്ടായി സഞ്ജു ചേട്ടാ. കേറി വാടിച്ച് നമ്മളെ ഗ്രൗണ്ടിൽ സഞ്ജു സാംസൺ തലയെടുപ്പോടെ നിൽക്കുന്ന കണ്ടാടാ. ഈ തലയെടുപ്പോടെ ലോക ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ എന്നും തുടരുവാടാ. അത് മാത്രമല്ല ഇതുപോലെ തന്നെ ഇനി ഇടം പിടിച്ച് ഒരുപാട് ഉയരങ്ങളെത്തും സഞ്ജു ചേട്ടാ.
നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ സഞ്ജു ചേട്ടൻ്റെ ത്രൂ ഔട്ട് ഈ ജേണി ഭയങ്കര ടെൻഷനോട് കൂടെ കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ചേട്ടന് 6ഉം 4 ഒക്കെ അടിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ കൈയടിക്കൂലേ? ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചിരിപ്പിച്ചിട്ട് നിങ്ങളെ അങ്ങ് ഇതേപോലെ കൈയടിപ്പിക്കാൻ പോവാണ്. അപ്പൊ ടെൻഷൻ ഫ്രീ ആക്കാൻ, നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ആകെ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2 കില്ലാടികളെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ്. അപ്പൊ ചേച്ചി ബാറ്ററി ഓൺ അല്ലേ? ഓണാണ്. ബാറ്ററി ഓൺ ആണ്. അപ്പൊ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ബൈജുക്കുട്ടൻ ചേട്ടൻ ആൻഡ് പ്രവീൺ ചേട്ടൻ. അയ്യോ ആരാ? ഇത് കൊള്ളാല്ല, മൂൺ വാക്കടിക്കുന്ന ആമയാ. ആമയല്ല, അപ്പൊ യമുവിന്റെ കുഞ്ഞാ. മുട്ടയിടാറായെന്നാ തോന്നുന്നത്. ഇത് മുട്ടയിടൂല, ഇത് ആൺപക്ഷിയാ. അയ്യോ ഞാൻ ചോറല്ല. നീ മോട്ടിക്കാൻ വന്നല്ലേടാ? സത്യമായിട്ട് ഞാൻ മോട്ടിക്കാൻ വന്നതല്ല. നീ എന്താണ് ഒന്ന് മോട്ടിച്ചേക്കണത്? സത്യമായിട്ട് ഞാനൊന്നും മോട്ടിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. അമ്പട വടക്കള്ള. വടക്കള്ളേനാ പൊക്കിളേന്ന് വിട കേട്ടാ. അയ്യേ, ഈ അയ്യ ഞാനല്ലേ വെക്കേണ്ടത്? അപ്പൊ പിന്നെ ഞാൻ ചപ്പി പോകൂലേ? നിന്നെ ഞാൻ വിടത്തില്ലടാ. എന്നെ വിട്, എനിക്ക് പോണം. എടാ ഇങ്ങോട്ട് വരാൻ. ഇല്ല ഞാൻ വരൂല. വരാൻ. വരത്തില്ല. വരാൻ. വരത്തില്ല. വരാൻ. വരാം പൂച്ചാണ്ടി റെയിലു വണ്ടിയിലേ, വാരണാസി കോട്ട താണ്ടി റെയിലു വണ്ടിയിലേ. അയ്യോ, ഇതെന്തിനുള്ളത് ഇപ്പൊ? ഇത് കള്ളനെ പിടിക്കാനുള്ളത്. കത്തി കാണിച്ച് കള്ളനെ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. നഗ്നത കാണിച്ച് കള്ളനെ പിടിക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അയ്യോ എന്റെ പാൻറ് പോയായിരുന്നോ? എങ്ങനെ പാൻറ് കഴിഞ്ഞു പോവാതിരിക്കും? അരേക്കെട്ടിന്റെ ബെൽറ്റിൽ കച്ച കിട്ടിയേക്കുന്നത്. എന്റെ പൊന്നിടാവേ, ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നൊന്നുമല്ല. മോട്ടിക്കാൻ വന്നല്ലെങ്കിൽ പിന്നെ നീ ആരാ? ഞാൻ ആരാന്ന് പറഞ്ഞാ നീ ഞെട്ടും. ഞെട്ടില്ല. പൊട്ടയില്ല. പപ്പടം. നിനക്കൊരു പോയിന്റ്. കൊറേ നാളായിട്ട് എന്റെ കത്തിക്ക് വർക്കില്ലാതിരിക്കുക. എന്നാ പിന്നെ വല്ല ഇറച്ചി വീട്ടുകാർക്ക് റെന്റിന് കൊടുക്കായിരുന്നു. ഏടാ ഈ കത്തി അങ്ങനെ നിസാര കത്തിയൊന്നുമല്ല. അങ്ങ് ബോംബെയിലും ഗുജറാത്തിലും എത്ര പേരുടെ ചോര കണ്ട കത്തിയാന്നറിയാമോ ഇത്? ഈ കത്തിക്ക് വർക്കില്ലെങ്കിൽ എന്താ? ഇപ്പൊ അവിടെ നിന്ന് വന്ന ഈ കത്തിയില്ലേ, അതിന് നല്ല വർക്ക് ഉണ്ട്. എന്റെ വർക്ക് എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എടാ നിന്നെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കോളനിക്കാരി എനിക്കൊരു സ്വർണ്ണപ്പതക്കം തരാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നെ പിടിച്ചു കൊടുക്കാതിരുന്ന നിനക്ക് 2 സ്വർണ്ണ പതക്കം തരാം. അങ്ങനെയാണെങ്കിൽ 2 സ്വർണ്ണപ്പതക്കം താ. ഈ സ്വർണ്ണ പതക്കം തരാന്നല്ലേ പറഞ്ഞത്? എവിടെന്നെങ്കിലും 2 സ്വർണ്ണം മോഷ്ടിച്ചിട്ട് പതുക്കെ തരാം. അങ്ങനെ പതുക്കെ കിട്ടുന്ന സ്വർണ്ണം എനിക്ക് വേണ്ട. എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന സ്വർണ്ണം മതി. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇന്ന് പൂട്ടും. എന്നെ പിടിച്ചു കൊടുക്കും. ഏടാ നിന്നെ പിടിച്ചു കൊടുക്കൂന്നാ പറഞ്ഞു. അതിന് ഇതിന് മാത്രം സന്തോഷിക്കണം എന്തിനാ? അയ്യോ സന്തോഷിച്ചതല്ല, പിന്നെ എനിക്കും ഞരമ്പിന്റെ അസുഖമുണ്ട്. അങ്ങനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അയ്യോ ആ ഞരമ്പല്ല. എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ മുറ്റടിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഞാൻ നേരെ പുറകെ കൂടി ചെന്നിട്ട് വട്ടം കെട്ടിപ്പിടിച്ച്, എന്റെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞില്ലേടാ സുരേഷേന്നും ചോദിച്ചോണ്ട് ചുറ്റിക്കോലെടുത്തിട്ട് ഒറ്റ കുത്തായിരുന്നു. ഒറ്റ കുത്തിന് 4 ഞരമ്പ പിണഞ്ഞു കിടക്കണം. അതാണ് നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നിന്നെ ഇന്ന് ഞങ്ങൾ അകത്താക്കും. എന്നെ നിനക്കുന്നല്ല, ഇവിടെ ആർക്കും അകത്താക്കാൻ പറ്റൂല. എടാ ഈ വാസുവിനെ നാട്ടുകാരുടെ ഇടയിൽ ഒരു ഇരട്ട പേരുണ്ട്. എന്ത്? ഒടി വാസു. നീ മൂക്കിപ്പൊടി വലിക്കുവാ? എടാ പൊടിവാസു അല്ലടാ, ഒടിവാസു. എനിക്ക് ഒടിവിദ്യ അറിയാം. ഒടിവിദ്യ എന്ന് പറഞ്ഞ ശ്രീവിദ്യയുടെ ചേച്ചിയായിട്ട് വരും. മൊത്തം പൊട്ടത്തെറ്റായിരിക്കും. അതാണ് പറഞ്ഞത്. ഒടിവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മായാജാലം അറിയാന്ന്. നീ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാന്ന. ഒടിവിദ്യ പഠിക്കണമെന്ന് മോഹമായി ചെന്നുപെട്ടത് വലിയൊരു സിംഹത്തിന്റെ പടയിൽ ഉസ്താദ് അലക്കുരുത്തുകാരൻ. അവസാനം ഒടിവിദ്യ പഠിച്ച് ആശാന്റെ വായിൽ ഒരു പിടി പൊടിമണ്ണും വാരിയിട്ട് അതേ ആശാന്റെ സൈക്കിൾ കൊടുത്തിയായി യാത്ര ആരംഭിച്ചു. എന്നിട്ട് യാത്ര എപ്പോഴാ നിർത്തിയത്? ആ സൈക്കിള് പഞ്ചറായപ്പോ നിർത്തി. അങ്ങനെ ഒടിവിദ്യ പഠിച്ചവരാണ് ഈ ഞാൻ. നിമിഷ നേരം കൊണ്ട് ചിലപ്പോ പുലിയാകും, ഒറ്റ നിപ്പില് എലിയാകും. പിന്നെ അങ്ങനെയാണെങ്കിൽ എലിനെ കാണിക്കാവോ? അത് എലീനാ, അതല്ലെന്ന്. നിങ്ങൾ എലിയായിട്ട് മാറുമെന്നാ ചോദിച്ചത്. എലിയായിട്ട് മാറുമെന്നാ? എടാ അതാണ് ഈ ഒടിയൻ പാസ്. ബോട്ടിൽ ഞാൻ മാറി തരാലോ. പിന്നെ ഒരു മിനിറ്റ്, കണ്ടിട്ട് തന്നെ പോയ കാര്യമല്ല.
എന്താണിത്? ഇത് പേന്റെ ഫേസ് ലോക്കാ, അല്ലെങ്കിൽ അവള് പിടിക്കും. 1961 തുരപ്പന ഇല്ലത്തെ പത്തായപ്പുരയിൽ ചുണ്ടനെലിയുടെയും ചുണ്ടിയെലിയുടെയും മകനായി പിറന്ന് പത്തായത്തിൽ നെല്ലുണ്ടായിട്ടും തന്റെ തനതായ ശൈലിയിൽ പാടത്തും പറമ്പത്തും കപ്പമാന്തി തിന്ന് തന്റേതായ കഴിവ് തെളിയിച്ച ഇന്ന് കാർട്ടൂൺ പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ മൂഷികേശൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന നിങ്ങളുടെ സ്വന്തം ചുണ്ടലി. എവിടെ? എന്തും മുതുപ്പാതാണ് നിങ്ങൾ കിടന്ന് അയ്യോ എങ്ങനെയുണ്ടാ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്. അതാടാ ഈ വെടിവാസുവിന്റെ കഴിവ്. പിന്നെ കോഴിയാകാൻ പറ്റുമോ? നിന്റെ അത്രയും പറ്റിയിരിക്കും. അല്ല അതല്ല, എന്റെ ആശാൻ പറഞ്ഞേക്കണതേ നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ കോഴി മാത്രം ആവരുന്ന. അതിനാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ പൊന്നടാവേ, ഒരു ദിവസം ഈ ആശാൻ കോഴിയായിട്ട് ഇങ്ങനെ തടക്കായിരുന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ ഇതിനെ പിടിച്ചിട്ട് പൂമ്പയുടെ കൂട്ടിലടിച്ചു. എന്നിട്ടെന്താ 24 ദിവസം കൊണ്ട് 56 മുട്ട ആശാൻ വിരിയിച്ചു കൊടുത്തത്. ഒരു കോള് ചൈനന്നുള്ള കോളാ. ഹഞ്ഞോ എന്താന്ന് പാരാണി വിളിച്ചേന്ന്? അയ്യോ, അത് വേറൊന്നും അല്ല. കുറച്ച് നാളെ ചൈനയിൽ കൂർക്കയായിട്ട് ഇരുന്നായിരുന്നു. അവിടെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ 101 കല്യാണം കഴിച്ച് റെക്കോർഡ് ഇട്ടു. ഇതിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 101 കല്യാണം കഴിച്ച ആരായാലും മുക്കറിയിടും. അവൻ ഇപ്പം വേൾഡ് റെക്കോർഡ് ഇടാൻ വേണ്ടിട്ട് 8ാം നിലയുടെ മേടിൽ നിന്ന് ചാടി. അവന്റെ അളിയൻ വിളിച്ചിട്ട് പറയുക നൂഡിൽസ് കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ അതിന്റെ ചെലവിനായിരിക്കും. അല്ലല്ല, അവിടെയൊക്കെ സഞ്ചാരത്തിന് നൂഡിൽസാ കൊടുക്കുന്നത്. ഇതൊക്കെ എന്ത് സാഹസം! അതൊക്കെ എന്റെ അമ്മാവന്റെ കസർത്ത്. എന്ത്? എന്റെ അമ്മാവൻ വലിയ കട്ട പാറക്കല്ലിൽ തലക്കടിച്ചു പൊട്ടിക്കും. വലിയ കട്ട പാറക്കെട്ട് തലക്കടിച്ചു. പിന്നെ അപ്പൊ അമ്മാവന്റെ തലക്കകത്ത് എന്തായിരിക്കും? ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് കിടക്കുകയാണ്. നല്ലൊരു തലടിച്ച് ചാവും. സ്വന്തം അമ്മാവൻ ചത്തപ്പോഴും നിനക്ക് സന്തോഷം അല്ലേ? അത് സന്തോഷമല്ല, ഞാൻ പറഞ്ഞില്ലേ കുറ്റിച്ചൂലിന്റെ കുത്ത്. അതാ ഇതിപ്പോ ഭയങ്കര പ്രശ്നമായിട്ടാണ്. ഒരു ദിവസം ഞാൻ ഒരു വീട്ടിലേക്ക് കക്കാൻ കയറി. ഈ വാതിൽ തുറന്ന് നോക്കിയപ്പോഴല്ല, അകത്തെ ബെഡേൽ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുക. ഇതെന്തായി കാണിച്ച്? ഇത് പറഞ്ഞപ്പോ നിന്റെ വായിന്ന് ഒരു തേൻ വീണായിരുന്നു. അതേ ചവിട്ടി എന്റെ കാല് തന്നെയതാ. എന്റെ ദൈവം, വിഷയത്തിൽ നിന്ന് തന്നെയല്ലേ? ഇല്ല, ഞാൻ പതുക്കെ പോയിട്ട് ആ പെണ്ണിന്റെ അടുത്തിരുന്ന്. പിന്നല്ലേ ഒരു മതി 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 മനസ്സിലായി. എന്റെ ഭാഗ്യവാനേ. ആര് ഭാഗ്യവാൻ? ആര് ഭാഗ്യവാൻ? പിന്നെ എടാ, ആ സമയത്ത് ഈ മെനകെട്ട സൗണ്ട് വന്നിട്ട് വെറ്റേക്കുള്ള പെണ്ണു എഴുന്നേറ്റ് വീട്ടുകാർ നാട്ടുകാർ പിന്നെ സ്വർണം കക്കാൻ ചെന്ന എന്റെ വായിന്ന് ചോറ് തുപ്പിച്ചിട്ടല്ല അവർ പറഞ്ഞു വിട്ടു. എന്നാ പിന്നെ നിന്റെ ഭാര്യനെ സുരേഷ് പുറകെ കൂടി വന്ന് കെട്ടിപ്പിടിച്ച? ഇല്ല, നിനക്കുണ്ടല്ലോ ഈ ഞരമ്പിന്റെ അസുഖം. അയ്യോ, ഇത് അതല്ലടാ. ഇവിടെ ഉള്ളവരെല്ലാരും വിചാരിക്കും നീ ഈ അടിച്ച് ക്ലൈമാക്സ് അടിച്ച് തീർക്കുമെന്ന്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അങ്ങ് അടിച്ച് തീർത്തതാ. ഓഹോ, അപ്പൊ അത് കൊള്ളാം. ഞാനറിയാതെ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കി ചൂട്ടുവിധ മെയിൻ ആവാനുള്ള പരിപാടിയാ. എടാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചായാ മതി. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചടിക്കാന്നേ. അടി എനിക്ക് ഈ സ്കിറ്റ് കണ്ടപ്പോൾ ഒരു സാധനം എന്താ അറിയാമോ? പണ്ടേ ചേച്ചി നമ്മളെല്ലായിടത്തും പണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ എവിടുന്നെങ്കിലും കൂർക്കന്മാർ വരുമായിരുന്നു. വന്നിട്ട് ഈ സ്ഥലം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് നമ്മളെല്ലാ വീട്ടുകാരും പിരിവൊക്കെ കൊടുക്കും. പക്ഷെ ഇന്ന് അന്യം നിൽക്കുകയാണ് ആ സാധനം. കൂർക്ക ഇല്ല. എന്താണ് റീസൺ? CCTV ക്യാമറ വന്നുകൊണ്ട്. അണ്ണാ, നമ്മൾ ഒരുപോലെ നമ്മളെ ചിന്തകൾ എപ്പോഴും ഒരുപോലെ. അല്ല, അത് CCTV. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അറിയാമോ? എലിയുടെ ഫിഗർ ഷോ. ഓൾറൈറ്റ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി നോക്കാം അല്ലേ? വാ. ഫിഗേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. സൗണ്ട് ഇച്ചിരിയുടെ കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ചിരിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അതൊന്ന് ടച്ചപ്പ് ചെയ്യണം. അടുത്തന്നെ ശരിയാക്കാം. അടുത്തരായോടാ, എന്ത് ക്യൂട്ടായിട്ടാ പറയുന്നത്. നല്ല രസം. അത് നമ്മള് വാക്കെടുത്തു കേട്ടോ. അപ്പൊ എന്തായാലും ചേച്ചി 20,000. യെസ്. പുതിയ സാധനം. അതെങ്ങനെയാ പുതിയ സാധനം? അതിന് പഠിച്ചെടുക്കണം. അല്ല, ഇങ്ങനെ മാച്ച് മാത്രം കണ്ടിരുന്നാ പോരല്ലോ, നമുക്ക് ഇടയ്ക്ക് തമാശയൊക്കെ വേണ്ടേ? ബാറ്ററി ചാർജ് ആക്കാൻ നിങ്ങൾ വീണ്ടും റെഡി ആണോ? ഫുൾ ടൈം ഇവര് റെഡി ആട്ടോ. ആ എസ് തന്നെയുണ്ട് ഫുൾ പവർ. അങ്ങനെയാണെങ്കിൽ
പവർഫുൾ ആയിട്ട് ചേച്ചി ബാറ്ററി ഒന്ന് ഓൺ ആക്കിക്കോ. ഓണാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഒരു മെഗാ ഓഡിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ട്രിവാൻഡ്രത്തും കൊച്ചിയിലും കോഴിക്കോടും ബാക്ക് ടു ബാക്ക് ആയിരുന്നു ഓഡിഷൻ നടത്തിയത്. അങ്ങനെ ഓഡിഷൻ നടത്തി ഒരു ടീം, ഒരു പുതിയ ടീം ദാ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് വരാൻ പോവുകയാണ്. ലെറ്റ്സ് വെൽക്കം സുമിത് ആൻഡ് കൃഷ്ണരാജ്. ലാലേട്ടൻ, മമ്മൂക്ക കണ്ടാ വിചാരിക്കും ഇവരുടെ കല്യാണം ഞാനാ നടത്തിയത്. ഇതായിരിക്കുന്ന ട്രംപ്, ഇയാൾ ഇതൊക്കെയാണ് പറഞ്ഞാൽ അവിടുന്ന് മിസൈൽ വിട്ട് തലാടെ നശിച്ചു. മാരേജ് പഴയ പണിയൊന്നുമില്ല ഇപ്പൊ. ന്യൂ ജനറേഷൻ വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ലിവിങ് ടുഗദറാ. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഉടായ്പലൊക്കെ അങ്ങ് പോവാ. പണിയായിരിക്കണേ. ഹലോ, കെട്ടിതാലി മാരേജ് ബ്യൂറോ പ്രൊപ്പറൈറ്റർ സുനി, പറഞ്ഞോളൂ. ഹലോ, ഞാൻ സേലത്ത് നിന്ന് സോമനാണേ. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയില്ലേ? അയ്യോ, അത് ലേലത്തിലെ സോമൻ, ഞാൻ സേലത്തിലെ സോമൻ. സോമ, അതായത് എനിക്കൊരു 72-73 വയസ്സായി. 72 73 73 വയസ്സായി. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? നിലവിൽ നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല. എന്നാ സോമ, എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ. 73 വയസ്സായി, കല്യാണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോന്ന് കഴിച്ചോട്, അപ്പ അറിയാം. നമ്മുടെ കാലശേഷം ഉമ്മാർക്ക് എന്ത് ചെയ്യുമെന്നുള്ള. സുനിയേട്ടോ, സുഖത്തെ നീ അന്ന് പെണ്ണ് കാണാൻ പോയിട്ട് പിന്നെ ഇന്നിപ്പോഴാണല്ലോ കാണുന്നതന്നെ. അല്ല സുനിയേട്ടാ, അതൊക്കെ പോട്ടെ, ഇതെന്താണ് മോഹൻലാലിന്റെ മമ്മൂട്ടിന്റെ ഒക്കെ ഫോട്ടോ? എന്റെ കെയർ ഓഫ് നടന്ന കല്യാണങ്ങളിടെ ഇതൊക്കെ. ഇതോ? അല്ല, അതല്ല, ഈ ട്രംപിന്റെ കല്യാണം അത് ഞാൻ ഡയറക്റ്റ് നടത്തിയതാ. ട്രംപായിട്ട് ഭയങ്കരപ്പെട്ട ബന്ധാണല്ലേ ചേട്ടനി? നല്ല സംശയം, ഒരു പഴയ കഥയാ. എന്നാ പിന്നെ പറയണ്ട. അല്ല, പറയാം. ഈ ട്രംപ് ഈ ചെറുപ്പകാലത്ത് ഭയങ്കര ചട്ടമ്പിയായിരുന്നു. നാട്ടിലെങ്ങും പെണ്ണ് കിട്ടിയില്ല. അവസാനം എന്റെ മുമ്പിൽ വന്നു പട്ടിക്കരച്ചില്. അവസാനം ഞാൻ കോളത്ത് കൊണ്ടുപോയെന്ന് ഒരു ഉറയും കിടന്ന മതാമെ തട്ടി എണിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കി കല്യാണം കഴിപ്പിച്ച് പറഞ്ഞു വിട്ടു. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അല്ലാതെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് വെച്ച ഫോട്ടോ അല്ല അല്ലേ? അപ്പൊ നിനക്ക് അറിയാം, എന്നിട്ട് എന്നെ കൊണ്ട് ഇത്രയും വലിയ കള്ളം പറയിപ്പിച്ചു. അതുകൊണ്ട് നീ എന്താ എന്നെ കല്യാണം വിളിക്കാഞ്ഞേ? അതിനെന്റെ കല്യാണം നടന്നിട്ടില്ലല്ലോ. ഡോക്ടറോടും ബ്രോക്കറോടും സത്യം മാത്രമേ പറയാവൂ. അല്ല, ഡോക്ടറോടും വക്കീലിനോടല്ലേ? വക്കീലിന് ഇനി ഒരു മൂന്നാമതൊരു ക്യാരക്ടർ വന്ന് എന്തിനാടാ അതുകൂടെ നശിപ്പിക്കുന്നത് പോരെ? അത് കള, നീ കാര്യം പറ. എന്റെ ചേട്ടനാണല്ലോ എനിക്ക് പെണ്ണ് ശരിയാക്കി തന്നത്. ആണല്ലോ. നിശ്ചയം എന്നും പറഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് 150 ആൾക്കാരാ എന്റെ വീട്ടിലേക്ക് കയറി വന്നത്. 150 പേരോ? അത് പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഇവർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഞാൻ ഒരുക്കി കൊടുത്തത്, അതും ഇലയില്. ബാക്കിയുള്ള ഒരു തലയിലാണ് കൊടുക്കുന്നത്. ചേട്ടാ, ഞാൻ ഒന്ന് പറയട്ടെ. ഇവര് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് പെണ്ണിന്റെ ആങ്ങൾക്ക് ഒരു മോശ സ്വഭാവം ഉണ്ട്. ഭക്ഷണത്തിന് ശേഷം സിഗരറ്റ് വലിക്കണം. എന്റെ കല്യാണം മുടങ്ങിയേട്ടാ. പെണ്ണിന്റെ ആങ്ങളെ സിഗരറ്റ് വലിക്കുന്നു പറഞ്ഞിട്ട് കല്യാണം മുടക്കണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്റെ അളിയന്റെ കല്യാണം മുടങ്ങണ്ടേ? അളിയൻ ലഹരിയല്ലയോ? ഏതളിയൻ? ഞാൻ. എന്റെ പെങ്ങളെ ഭർത്താവിനെ അളിയാന്നല്ലാതെ മാമാന്ന് വിളിക്കാൻ പറ്റും? എന്റെ ചേട്ടാ, അതൊക്കെ ചേട്ടന്റെ ഫാമിലിക്കാരിയല്ലേ. ഇവ സിഗരറ്റ് വലിക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവ സിഗരറ്റ് വാങ്ങിക്കാൻ പോയത് എവിടെയാണെന്നറിയോ? എന്നോട് ശത്രുതയുള്ള സാജന്റെ കടയില്. എന്റെ കല്യാണം മുടങ്ങിയേട്ടാ. ഇടാ, നിന്നോട് സാജന് ശത്രുതയുണ്ട്, സാജന് നിന്നോട് ശത്രുത എന്ന് പറഞ്ഞ ഒരു പെണ്ണെന്ത് പഠിച്ചത്? ആ പെണ്ണിന്റെ ജീവിതത്തിന് ആ കല്യാണം എന്തിനാണ് മുടക്കിയത് നീ? എന്റെ ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവൻ ഈ സാജന്റെ കടയിൽ പോയ സമയത്ത് ഇവൻ സാജനോട് ചോദിച്ചു കല്യാണം ചേർക്കൻ, അതായത് ഞാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ സാജൻ ഇവനോട് എന്താ പറഞ്ഞെന്നറിയോ? പെങ്ങളെ കെട്ടിച്ച് വിട്ട് നോക്ക്, ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നന്നാവും. നന്നാവൂന്നല്ലേ പറഞ്ഞേ? അതിന്റെ അർത്ഥം ഞാനിപ്പോ മോശാണെന്നല്ലേ? എന്റെ ചേട്ടാ, ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ഇവൻ പാതി വലിച്ച സിഗരറ്റ് എടുത്ത് നേരെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടേ എന്നോട് പറയാണ് ഉച്ചയോടും സൂപ്പർ ആയിരുന്നെന്നും പറഞ്ഞ് കയ്യിൽ 2500 രൂപ വെച്ച് തന്നിട്ട് എന്നോട് ഒരു ഡയലോഗ് പറഞ്ഞു. ഇനി എന്റെ പെങ്ങളെ നോക്കി ആ ഭാഗത്ത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മുട്ടുകാല് തല്ലി ഓടിക്കുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇവര് പോയതിനു ശേഷം ഞാൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചു. നിന്റെ വീട്ടിൽ വരുന്നവരാരും സാധനന്റെ കടയിൽ പോരുതാണോ? അതല്ല, വീട്ടിലൂണ്. എങ്ങനെയുണ്ട്? അടിപൊളി ബിസിനസ് ആണ് ഇപ്പൊ. നല്ല പരിപാടിയാണ്. ഇരുന്നെടുക്ക പൈസ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്റെ കടയായതുകൊണ്ട് പറയുന്നല്ല കേട്ടാ. ഫുൾ വെറൈറ്റി ആണ്. ചോറ് വെറൈറ്റി സാധനങ്ങളുടെ വലിയൊരു കൂമാരമാണ്. ചൂര ഫ്രൈ ഒക്കെ ഉണ്ട്. ചൂര ഫ്രൈ ഉണ്ട്, മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. ഒരു 4 ഊണ് ഡെയിലി വേണം. പക്ഷെ ചേട്ടാ, ഇതൊക്കെ നോക്കുന്നത് എന്റെ അമ്മയാണ്. അതുകൊണ്ട് അമ്മയോടൊന്ന് വിളിച്ച് ചോദിച്ചു. ഓക്കെ, ഒരു
ഒരു മിനിറ്റ്. ഹലോ ആ അമ്മ, പിന്നെ നമുക്കൊരു 4 ഊണ് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുമോ ഡെയിലി? ആ ഒരു ചൂര ഫ്രൈ ഉണ്ടോ? ചൂര ഫ്രൈ ഉണ്ട്. ഓക്കെ 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 അമ്മ, ഇപ്പൊ ഓക്കെ ഓക്കെ. അമ്മ എല്ലാം പാർസലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം പോയിട്ട് അത് എടുത്തിട്ട് വരാം. ഓക്കെ, താങ്ക് യു. കൊഞ്ചൽ, ഞാൻ കൊഞ്ചാനല്ലല്ലോ വന്നേ. ഞാൻ എവിടെ എത്തിനാ വന്നേ? നിന്റെ കല്യാണം മുടങ്ങിയ കാര്യം പറയാനായിട്ട്. അത് പറ. ഇപ്പൊ സാജന്റെ കടയിലേക്ക് ആര് പോയി കഴിഞ്ഞാലും എന്റെ കല്യാണം മുടങ്ങുന്നത്. നീ ഒരു കാര്യം ചെയ്യ്. ഈ സാധനം അവിടെ ഏതാണ്ട് ലഹരി മേടിക്കാൻ പോയപ്പോഴല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്? അതെ. നീ ആ സാധനം ആ കിസ്മത്തല്ല അവിടെ മേടിച്ച് നിന്റെ വീട്ടിൽ വെക്ക്. പിന്നെ അങ്ങോട്ട് ആരും പോട്ടല്ലോ. ഇതും ഞാൻ വെച്ചു. ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ വീട്ടിൽ വെച്ചു. എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടട്ടെ എന്ന് വെച്ച്. ഇതിപ്പോ വാങ്ങിച്ച് നോക്കുമ്പോ എന്റെ അച്ഛൻ വീട്ടിൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇതിന്റെ. സാജന്റെ പെട്ടിക്കട പൂട്ടിയല്ലോ. എങ്ങനെ പൂട്ടാതിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന സാധനം സിഗരറ്റ്, എല്ലാം പീടി, എല്ലാ സാധനം ഇപ്പൊ സുലഭമായിട്ട് എന്റെ വീട്ടിൽ കിട്ടത്തില്ലേ? പക്ഷെ ഒരു പ്രശ്നം, എനിക്ക് എന്നിട്ടൊരു പെണ്ണ് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടും? നാട്ടിലെ സാമൂഹ്യ വിരുദ്ധ സാധനങ്ങൾ മൊത്തം അവന്റെ വീട്ടിൽ, അവന്റെ അച്ഛനും. ഇനി എന്റെ കെയറൊക്കെ വല്ല പെണ്ണുണ്ടെങ്കിൽ ഇവന് കൊടുക്കും ഞാൻ. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കും. ഇനി അതാ കൊടുത്താൽ തന്നെ അവന്റെ വണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. താനല്ലോ ഇത്ര നേരം പറഞ്ഞത് ഈ സാധനമൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കണമെന്ന്. ഞാൻ പറഞ്ഞ ഉടനെ നീ മേടിച്ചു വെക്കും. ഞാൻ ഇത്ര കൊല്ലാൻ പറഞ്ഞാൽ നീ കൊല്ലൂ. എടോ, ഈ കല്യാണം മുടക്കിയത് നീയല്ലേ? ഞാനോ? പിന്നെ ഇടാ പോയ സാധനോട് പോയി ചോദിക്കടാ. എടേ, എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിന് എന്റെ തല കയറ്റി വെച്ചാൽ നാറി നിന്നെ ശരിയാക്കൂടാ. നിന്നെ കൊല്ലൂടാ. സാധനോട് പോയി ചോദിക്കടാ. ഞാൻ ചോദിക്കൂടാ. ഞാൻ എല്ലാരോടും ചോദിക്കും. എല്ലാരും കേൾക്കണം. എത്ര സുന്ദരിമാരുള്ള ഒരു മനോഹരമായിട്ടുള്ള നാടാണെന്ന് പറയാം എന്റേത്. പക്ഷെ പേരിന് പോലും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. അതാണ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നീ വാ. കൂൾ. നീ ഇവിടെ റിലാക്സ്. നീ ഇപ്പൊ എന്ത് പറഞ്ഞേ? സുന്ദരിമാരായ പെമ്പിള്ളറുള്ള നാടാണ് എന്റെ നാടെന്ന്. ആ, ഒരു 40-42 വയസ്സുള്ള പെമ്പിള്ളറുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ട്. വിദ്യാഭ്യാസം വേണമെന്നില്ല. അത്രമാത്രം പെമ്പിള്ളറുണ്ട് എന്റെ നാട്ടില്. ആർക്കാ? എനിക്ക്. ചേട്ടൻ ഇനി മണ്ണ് കിട്ടിയില്ലേ? ഇത്രയും വലിയ മാരേജ് ചേട്ടൻ ഇനി മണ്ണ് കിട്ടില്ല. ഇരിക്ക്. നല്ല സ്ഥലത്താണ് മണ്ണ് പെട്ടത്. കുറച്ച് ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ. പേര് സുനിൽ കുമാർ. ഓ, നക്ഷത്രം. അതല്ല രേവതി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പെങ്ങൾ. പെങ്ങളെ അളിയെ നോക്കിക്കോളൂ. അച്ഛനെ അമ്മയെ നോക്കണം. അച്ഛനെ അമ്മയെ നോക്കണം. കൂടെ വല്ലപ്പോഴും എന്നെ നോക്കണം. ഇതേ ട്രെൻഡ് പിടിച്ചിട്ടുള്ള 30 പെമ്പിള്ളാർ ഇവിടെ ഉണ്ട്. ഞാൻ തരാം. അഡ്വാൻസ് അല്ല, ഗ്രഹനിലയും ജാതകവും. ഇതൊക്കെ വിസിറ്റിംഗ് കാർഡ് ആക്കി കൊണ്ട് കിടക്കാണോ? ഞാൻ ശരിയാക്കി തരാം. ഇത്രത്തെ ആൾക്കാർ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിതിന് വിശ്വാസം. നോ ടെൻഷൻ. പൊക്കോ. നിശ്ചയത്തിന് വിളിക്കും. പൊക്കോ. ഒന്ന് ആലോചിച്ചേക്ക്. 52 വയസ്സായിട്ട് ഇയാൾക്കൊരു ഇയാൾക്കൊരു പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞൊരു വല്ലാത്ത. ചേട്ടാ, എന്നാലും കുഴപ്പമില്ല. ആദ്യം വീട്ടിലൂണ് സക്സസ്, ഇപ്പൊ മാരേജ് ബ്യൂറോ ഡബിൾ സക്സസ്. ഒരു മിനിറ്റ്, ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, കെട്ടുതാലി മാരേജ് ബ്യൂറോ പ്രൊപ്പറേറ്റർ സുമിത്താണ് സംസാരിക്കുന്നത്. എടാ പിന്നുവേ, നിനക്ക് എത്ര പെണ്ണ് വേണം? ഞാൻ ശരിയാക്കി തരത്തില്ലേ. നോ ടെൻഷൻ. ഇതെന്റെ മാരേജ് ബ്യൂറോ അല്ലേ? ഒരു മിനിറ്റ്. യെസ്, കെട്ടുതാലി. നോ, കൊരവള്ളി അടിച്ചാൻ പൊട്ടിക്കുന്നു. പറഞ്ഞു ആ സാധനന്റെ കട നീ പൂട്ടിച്ച്, എന്നിട്ട് ഇപ്പൊ എന്റെ മാരേജ് ബ്യൂറോടെ പൂട്ടിക്കാൻ വന്നേടാ. പോടാ. അപ്പൊ എന്റെ കല്യാണം? നിന്റെ കല്യാണം നിന്റെ കൂടെ നടന്ന എന്റെ കല്യാണം പോലും നടക്കത്തില്ല. ഇറങ്ങി പോടാ. എന്താ പേര്? കൃഷ്ണരാജ്. നിങ്ങളുടെ ശൈലി സൂപ്പർ. ഈ ഒരു ലേസി ആയിട്ട് ഒരു നിസ്സാര രീതിയിലാണ് എല്ലാ കാര്യങ്ങളും, എല്ലാം പഞ്ച് ലൈൻസും പറയുന്നത്. ഭയങ്കര കൂളായിട്ടാണ് കൃഷ്ണരാജ്. സൂപ്പർ അവതരണം, സൂപ്പർ. എന്താണ് പേര്? സുമിത്.
വെരി ലൈവ്ലി, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ. നല്ല ഇനി സ്ക്രിപ്റ്റ്സ് വന്നാൽ ഇവിടെ നിങ്ങൾ തകർത്ത് പൈസ വാങ്ങിക്കൊണ്ടുപോകും, ഉറപ്പാണ്. സോ വെൽക്കം ടു കോമഡി മാസ്റ്റർ. എന്താ ചെയ്യുന്നത് ആക്ച്വലി? സമയത്ത് എന്ത് ചെയ്യാ? ഞാൻ 18 വർഷമായിട്ട് കലാമേഖലയിലുണ്ട്. മിമിക്രിയൊക്കെ പണ്ട് ചെയ്യാറുണ്ട്. കൂടുതൽ ചെറിയ ആങ്കറിംഗ് ഒക്കെ അത്യാവശ്യം ചെയ്യും. പിന്നെ റേഡിയോ ജോക്കി ആയിരുന്നു. ഇപ്പോൾ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സിനിമയിൽ മുന്നേ ഒരു ഇളംവെയിൽ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. ദേശീയ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അതിലൊരു 10ാം സ്ഥാനത്തെത്തിയ ഇളംവെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ നായകവേഷം ചെയ്ത ഒരാളാണ്. നാട് സ്വന്തം സ്ഥലം കണ്ണൂരാണ്. ഇപ്പൊ താമസം തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ. ഓക്കെ. യെസ് ചേട്ടാ, എന്താണ് പ്രൊഫഷൻ? പ്രൊഫഷൻ കല തന്നെയാണ്. പ്രൊഫഷൻ പ്രവാസിയാണ്. പ്രവാസിയാണ്. നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കവിതകളും ഒക്കെ ആയിട്ട്. ഇപ്പൊ നാട്ടില് സെറ്റിൽ ആണോ അതോ ഇനിയിപ്പോ നാട്ടിൽ സെറ്റിൽ ആവാന്ന് വിചാരിച്ചു. ട്രൂപ്പില് ഞാൻ ഒരു 4-5 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. കണ്ട് നല്ല പരിചയം, അതാണ്. പിന്നെ നാടക പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞു. നാടക പ്രവർത്തനം അത് ഞാൻ അമച്ചൂറാണ്. ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2024 പ്രൈം നസീർ അവാർഡ് എനിക്കായിരുന്നു. എന്നാലും ഇനിയും ഞങ്ങളെ ചിരിപ്പിക്കാൻ റെഡി ആയിക്കോ, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ ബാറ്ററി കാണണ്ടേ? നിങ്ങൾ പെർഫോം ചെയ്ത് എത്രത്തോളം ആ ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പെർഫോമൻസിൽ, അല്ലേ ചേച്ചി? യെസ്, യാ, ബാ. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ നൈസ്. 26,000 rupees ആണ് നേടിയിരിക്കുന്നത്. അതും നിങ്ങളുടെ ആദ്യത്തെ സ്കിറ്റിന് വിടുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനി കുറച്ചുകൂടെ സ്ക്രിപ്റ്റിൽ പറഞ്ഞാലും ഒന്ന് വർക്ക് ചെയ്താൽ മതി, അല്ലേ? പിന്നെ അങ്ങ് ചാർജ് കയറി വന്നോളൂ. ആദ്യത്തെ ഒരു വലിയൊരു ഫ്ലോർ ആണ്. അപ്പൊ അതിന് പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അസാധ്യമായിട്ട് നല്ലൊരു പുതിയ, നമുക്ക് എപ്പോഴും ഏത് കലാകാരന്മാർക്കും ഒരു വേദി കിട്ടുക എന്നാണ് ഏറ്റവും വലിയത്. അത് നിങ്ങൾക്ക് കിട്ടി ആൻഡ് യു ഹാവ് യൂസ്ഡ് ഇറ്റ് വെരി വെൽ. സൂപ്പർ. യെസ് ചേച്ചി, പൈസ കയ്യോടെ ചൂടോടെ. 26,000. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മള് വീണ്ടും കാണും. അങ്ങനെ സഞ്ജു ചേട്ടന്റെ ഒരുപാട് കഥകൾ നമുക്കുണ്ടായിരുന്ന, ഒരുപാട് എന്താ പറയുക, ഈ കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് സഞ്ജു സാംസൺ ആയിരുന്നു IPL കളിക്കുന്ന സമയത്ത് ഏറ്റവും യങ് ഏജിൽ കളിക്കാൻ പോയെന്നുള്ളത്. അത് കറക്റ്റ് തന്നെയല്ലോ? ഏത് ഏജിലായിരിക്കും അത് പോയിട്ടുണ്ടാവുക? സഞ്ജുവിന്റെ IPL ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്റ് ജോസഫ് സ്കൂളിൽ 9-10 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ സമയത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ജൂനിയർ ടീമിന്റെ ആദ്യ സെലക്ഷൻ ട്രയൽസിൽ സഞ്ജു പങ്കെടുക്കുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ അച്ഛൻ സാംസൺ സാറ് പറഞ്ഞ അറിവനുസരിച്ച്, കാരണം തിരിച്ചു വന്നതിന് ശേഷം സഞ്ജുവിന് ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ജൂനിയർ ടീമിൽ സെലക്ഷൻ കിട്ടി ആദ്യത്തെ ചാൻസിൽ തന്നെ. പക്ഷേ കിട്ടുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ സഞ്ജുവിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. സഞ്ജുവും സാലിയും, സഞ്ജുവിൻ്റെ ചേട്ടൻ, രണ്ടുപേരും ഒരുമിച്ചാണ് ആ ട്രയൽസിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ ജൂനിയർ ടീമിലേക്ക്. അപ്പോൾ സാംസൺ സാറ് പറഞ്ഞത് സഞ്ജു ഫസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത് സഞ്ജു വീണ്ടും അന്ന് സൗരവ് ഗാംഗുലിയുള്ള സമയമാണ്, വീണ്ടും അവരോട് ചെന്ന് പറയാണ് എനിക്ക് ഒരു ചാൻസ് കൂടി തരണം, ഞാൻ വീണ്ടും പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേ തന്നെ ആ യങ്ങറായിരുന്ന ആ സ്റ്റേജിൽ തന്നെ സഞ്ജുവിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും ഇനി ഒരു ചാൻസ് കിട്ടിയാൽ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരിത് സഞ്ജുവിനെ അവർ ചൂസ് ചെയ്യുകയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയാണ് ആ സമയത്ത് ചെയ്തത്. ഇത് ഞങ്ങൾ സെൻറ്റ് ജോസഫ് സ്കൂളുകാർ വലിയ ആഘോഷത്തോടെയാണ് സ്വീകരിക്കുകയും സഞ്ജുവിന് വലിയ ഗംഭീരമായ ഒരു സ്വീകരണം തന്നെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നൽകുകയും ചെയ്തു. വേറൊരു കാര്യം അറിയോ? ഈ KKRന്റെ, അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് റോഹിൻ സാറ്. അത് എനിക്കൊരു കാര്യം എന്താ അറിയോ, ഇപ്പൊ സഞ്ജു അല്ലാതെ ഇപ്പൊ കൊൽക്കത്തയിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. അപ്പൊ അവരെവിടെയൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ ഇപ്പൊ അതില്? തീർച്ചയായിട്ടും. ഞാൻ 2014 KKRന്റെ ലോക്കൽ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുൽദീപ് യാദവ്, സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, അതിൽ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കുൽദീപ് യാദവ് തന്നെയാണ്. അദ്ദേഹം എപ്പോഴും ഈ ട്രിവാൻഡ്രത്ത് വന്നാലും അല്ലെങ്കിൽ ഈ ദുബായിൽ വന്നാലും ശരി, അദ്ദേഹം എൻ്റെ കൂടെ വരാറുണ്ട്, എൻ്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഒരുപാട് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ സഞ്ജു സാംസൺ ആയിരുന്നാലും ശരി, അദ്ദേഹവും വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സഞ്ജു സാംസൻ്റെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്, 2024 വേൾഡ് കപ്പ് കഴിഞ്ഞ് അദ്ദേഹം ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. എൻ്റെ വൈഫ് എന്നെ വിളിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് വെച്ച് എന്താ ചോദിച്ചു.
അപ്പോൾ പെട്ടെന്നൊന്ന് അപ്സെറ്റ്, ഭയങ്കര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പുള്ളി. സഞ്ജു സാംസൺ വന്നിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഗൂസ് ബമ്പിങ് ആണ്, മനസ്സിലാകുന്നുണ്ടോ? സഞ്ജു സാംസൺ എൻ്റെ വീട്ടിൽ ഒരു സാധാരണക്കാരനായ ഒരു വളർന്നു വരുന്ന ഒരു ജൂനിയർ ക്രിക്കറ്റ് താരത്തിൻ്റെ വീട്ടിൽ സഞ്ജു സാംസൺ വരികയാണ്. എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ മകന് അദ്ദേഹം കളിച്ചൊരു ബാറ്റ് സമ്മാനിക്കാനാണ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളും കണ്ടുപഠിക്കേണ്ട ഒരു ഭയങ്കര വലിയൊരു പാഠപുസ്തകമാണ് സഞ്ജു സാംസൺ. സത്യത്തിൽ എൻ്റെ മകൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അയാളാണ് അതിൻ്റെ മുൻപിലുള്ള ഒരു പ്രചോദനം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇന്ന് നമ്മൾ സഞ്ജു ചേട്ടൻ്റെ പേരിൽ ആഘോഷിച്ചു എങ്കിൽ ഇനി വരുമ്പോൾ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഷോൺ റോജറിന്റെ പേരിൽ നമ്മൾ ആഘോഷിക്കും. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സഞ്ജു സാംസൺ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നൊരു ഉദാഹരണമാണ് സഞ്ജു സാംസൺ. അദ്ദേഹം പറഞ്ഞതുപോലെ നാളെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. ഇതിപ്പം നമ്മൾ ഷോന്റെ കാര്യം പറഞ്ഞത് ഹി സ്റ്റിൽ പ്ലേയിങ്, രഞ്ജി വരെ എത്തി. അപ്പൊ നമുക്ക് ഇനി ഉടനെ പ്രതീക്ഷിക്കാവുന്ന ഒരു പേരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷോൺ റോജറിന്റെ പേര് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ ഫ്യൂച്ചറാണ്. ഈ ജേഴ്സി മാറിയിട്ട് നമുക്ക് ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് ഇറങ്ങണ്ടേ? ഈ ഫോട്ടോ വന്നാലും നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോട്ടോ കാണണ്ടേ? യെസ്, ഞങ്ങൾക്കും അപ്പൊ പറയണത് ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്ലോറിൽ ഉണ്ടായിരുന്നാന്നു എന്നുള്ള ഞങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതുപോലെ നിങ്ങൾ എല്ലാവരും ഉഷാറാണ്. അപ്പം കളിക്കുക, കളിച്ച് കിടിലായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക. ഓക്കെ, സൂപ്പർ. വേറെ കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഏഷ്യ കപ്പിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ സഞ്ജു സാംസൺ എൻ്റെ മൊബൈലിൽ വിളിക്കുകയാണ്. ചേട്ടാ, അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വരെ തുറന്നു കൊടുക്കും, അറിയാമല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങൾ ഇന്ത്യയിലെ സ്റ്റേഡിയം വരെ തുറന്നു കൊടുക്കും. പക്ഷേ അയാൾ എന്നോട് വിളിച്ച് പറയാണ്, ചേട്ടാ എനിക്ക് വെട്ടുകാട് ഗ്രൗണ്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന്. സത്യം, ഇത്രയും ഡൗൺ ടു എർത്തായ ഒരു മനുഷ്യൻ ലോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. സഞ്ജു സാംസനെ പോലെ, അതുപോലെ സച്ചിനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഷോർട്ട് കട്ട്. യു ഹാവ് ടു ഫോളോ ദ റൈറ്റ് റൂൾസ്. നേരെ നടക്കുക, നേരെ പോവുക. നിങ്ങൾ എവിടെയും എത്തിച്ചെല്ലേണ്ട സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കും. അപ്പൊ ചേച്ചി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. പക്ഷെ ബൈ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് വൺ തിങ്, സഞ്ജു ചേട്ടാ, വി ലവ് യു. സഞ്ജു 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 സഞ്ജു